നടപടി പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് സായി. അതിൽ തന്നെ നമുക്കറിയാം ഈ ഒരു ഫീച്ചർ ഇതിനോടകം തന്നെ നിരവധി പേർ വായിച്ചു കാണും. അത് ഫേസ്ബുക്കിലൂടെ നമ്മൾ ആ ലേഖകൻ തന്നെ അത് പോസ്റ്റ് ചെയ്തു, അത് വായിച്ചു കഴിഞ്ഞു. ഏറ്റവും മികച്ചൊരു ഫീച്ചർ തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ രീതിയിലാണ് ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സന്ദർഭം അതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഒപ്പം ഈ പേര് തലക്കെട്ട് ഇപ്പോൾ തന്നെ ആ ഫീച്ചറിന്റെ താഴെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തന്നെ നിരവധി പേർ കമന്റ് ഉണ്ട്. ആ തലക്കെട്ടൊന്ന് മാറ്റിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ അടക്കം കമന്റുകൾ വന്നിരുന്നു. ശ്രുതി, ഇതിൽ കള്ളൻ വിജയൻ എന്നുള്ള തലക്കെട്ട് തന്നെയാണ് അതിൽ പ്രശ്നമായിട്ടുള്ളത്. അതായത് ആ ഹെഡിങ് അത് ആ കള്ളൻ വിജയൻ എന്ന് പറയുന്ന നാടക കലാകാരനെ കുറിച്ചുള്ള ഒരു ഫീച്ചറാണ്. അതിൽ സ്വാഭാവികമായും അത് പിണറായി വിജയനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഫീച്ചറാണോ എന്നുള്ള ഒരു സംശയം, ഒരു വ്യാഖ്യാനം അതിൽ വരുമോ എന്ന് പാർട്ടി അതിൽ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് പ്രസിദ്ധീകരിക്കേണ്ടതേ ഇല്ല എന്ന് തീരുമാനിച്ചത്. പിന്നീട് ആ ലേഖകൻ തന്നെ അതിൻ്റെ PDF പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല വിജയകുമാർ എന്ന കള്ളൻ വിജയനെ കുറിച്ച് ഇങ്ങനെയൊരു ഫീച്ചർ വരുന്നത്. നിരവധി മാധ്യമങ്ങൾ ഇതിനു ശേഷവും അദ്ദേഹത്തെക്കുറിച്ച് നിരവധിയായിട്ടുള്ള ആർട്ടിക്കിളുകളും വീഡിയോ മാധ്യമങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് നാടകത്തിന് അത്രമേൽ സംഭാവന നൽകിയ ഒരു കലാകാരൻ കൂടിയാണ്. ഒരു നാടിനെ ഒന്നാകെ നാടകം എന്ന വലിയ കലാരൂപത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കലാജീവിതം അടയാളപ്പെടുത്തുക എന്നുള്ളത് ഒരു വാരാന്ത്യ പതിപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഐറ്റം കൂടിയാണ്. ആ രീതിയിലാണ് ദേശാഭിമാനി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പേര് വിജയൻ എന്നായിപ്പോയി. അത് കള്ളൻ വിജയൻ, ധന്യ നാടക ഗ്രാമം, മുത്തത്തിപ്പാറ PO എന്ന തലക്കെട്ടിലാണ് ആ ഹെഡിങ് ഉണ്ടായിരുന്നത്. അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഹെഡിങ് കൂടിയായിരുന്നു. കാരണം അദ്ദേഹം അറിയപ്പെടുന്നത് കള്ളൻ വിജയൻ എന്ന പേരിലാണ്. ആ പേര് തന്നെയാണ് അതിന്റെ ഏറ്റവും ആപ്റ്റായ തലക്കെട്ട്. അദ്ദേഹം തന്നെ അത് പറയുന്നത്, എന്നെ ഈ നാട്ടുകാരെല്ലാം വിളിക്കുന്നത് കള്ളൻ വിജയൻ എന്ന പേരിലാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആ കള്ളൻ വിജയൻ എന്ന് തന്നെ വിളിക്കുന്നതിലാണ് അഭിമാനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ തലക്കെട്ട് മാറ്റിയാൽ അതിന്റെ ആ ഒരു അർത്ഥം തന്നെ മാറിപ്പോകും എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നത്. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് KR അജയനെ മാറ്റി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. T ചന്ദ്രമോഹനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. വിശദീകരണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശാഭിമാനി മാനേജ്മെന്റ് നടപടിയെടുത്തിരിക്കുന്നത്. റഹീസ് റഷീദും സായ് കുമാറുമാണ് വിശദാംശങ്ങൾ നൽകിയത്.